പടച്ചോനെ, അപ്പൊ നമ്മുടെ പദ്ധതി എല്ലാം പൊളിഞ്ഞില്ലേ ഉസ്മാൻക്കാ? ഓ ഫൈസറേ, ഈ എന്തായാലും ഇതൊന്നും പിന്തിരിയണ്ട. ഈ ബന്ധത്തിനൊരു നന്മണ്ട്. വെറുതെ എന്റെ മാപ്പാന്റെ വെറുപ്പ് സമ്പാദിക്കും വേണ്ട. അത്ര മുഞ്ചില്ലാത്ത പെണ്ണൊന്നല്ലല്ലോ ആയിഷ. ഈ പറഞ്ഞ യൂസഫാജിന്റെ മോൾക്ക് കാണാൻ മുഞ്ച് മാത്രമേ ഉള്ളൂ. ദീനേന്ന് പറഞ്ഞ സാധനേ ഇല്ല. പിന്നെ പോരാത്തതിന് ശ്രീധനവും കിട്ടൂല. ഇതാണ് 50 പവനും കിട്ടും, ദീനുള്ളൊരു പെണ്ണിനും കിട്ടും. എന്തേ? ശരി, പക്ഷെ 50 പവന്റെ കാര്യം വേറെ ആരും അറിയണ്ട. അത് ഞാനേ പടച്ചോനെ, മാഷാ അല്ലാ, എന്റെ പ്രാർത്ഥന പടച്ചോൻ കേട്ടു. മോളെ മോളെ ആയിഷ, എന്തുപ്പാ? ഓർക്കെല്ലാവർക്കും ഈ കല്യാണത്തിന് സമ്മതാണെന്ന്. പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? ഒന്ന് പോവുമ്മ. ഈയോടെ വെറുതെ അല്ലാന്ന് ഈ 50 പവന്നൊക്കെ പറയുമ്പോ നിങ്ങള് തേടുന്നെടുത്ത് കൊടുക്കൂ. അതിനൊക്കെ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ഈ ആലോചനയും കൂടെ മടങ്ങിയ എനിക്കത് ആലോചിക്കാൻ കൂടി കഴിയില്ല. എനിക്കാണ് പ്രായമായി, ഹൃദ്രോഗമുണ്ട്. അതുകൊണ്ട് ഈ കല്യാണം നടക്കാൻ വേണ്ടി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. തൽക്കാലം ഈ അത്രയും മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ മാർച്ച് 18 നമ്മുടെ സ്വന്തം ഫൈസലിന് മൂക്കുകരടാൻ ഒരാൾ വരുന്നു. എല്ലാം ബാപ്പാന്റെ തീരുമാനങ്ങളാ. എല്ലാത്തിനും ഞാൻ നിന്നു കൊടുക്കുന്നതന്നെ ഉള്ളൂ. ഈ വയസ്സുകാലത്ത് അവരെ മനസ്സ് വേദനിപ്പിക്കണ്ടല്ലോ. പെണ്ണ് കാണാൻ പോയപ്പോ നീ ഞങ്ങളെ ഒന്നും വിളിച്ചില്ലല്ലോ. അങ്ങനെ ഒരു ചായ കൂടിയും മുട്ടി. നിങ്ങൾക്കറിയില്ലേ, ഈ പെണ്ണ് കാണൽ ഏർപ്പാടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. ഇപ്പൊ ഏതായാലും ഒരു തീരുമാനമായല്ലോ. അല്ലടാ, നീ ആ യൂസുഫ് ഭായിയുടെ മകള് സജനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പടച്ചോൻ വിധിച്ചതേ നടക്കുള്ളടാ. ഇനിയിപ്പോ ഏതായാലും അധികം ദിവസമില്ലല്ലോ. കല്യാണ വിളി മറ്റു കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലേ? അതൊക്കെ ഉമ്മയും എപ്പോഴോ തുടങ്ങി. കൊച്ചു കള്ളൻ, അവന്റെ മുഖത്തുള്ള സന്തോഷം പോടാ. ആ, ഞാനിവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ വരുമ്പോ എന്നെ റോഡ് വന്ന് കാണാം. ആയിക്കോട്ടെ ഉസ്മാനെ, ഏടേക്കാടെ വാണമുട്ടമാര് ഇങ്ങനെ പോണേ. ഒരു സുലൈമാൻ അടിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. സുലൈമാന് ഇന്നത്തെ ദിവസം ഈ നാട്ടിലൊന്നും അല്ലടോ. ഇന്ന് ഹർത്താലല്ലേ? അനക്ക് ഏത് കിട്ടാനാ സുലൈമാൻ? 18. അതല്ല, അനക്കെന്താന്ന് സുലൈമാനിക്കൊരു പൂതി? നിങ്ങൾ അറിയില്ല, നമ്മളെ പൈസന്റെ കല്യാണം അല്ലായിരുന്നു. അവിടെ ചെന്നപ്പോ നല്ല കപ്സയും മറ്റും മർച്ചം ഒക്കെ വെട്ടി വാങ്ങിയിട്ട് ഒരു പരുവത്തിലായി. അതും വിചാരിച്ച് കാദർബായിന്റെ വീട്ടിൽ ചെന്നപ്പോ ഒന്നും കഴിക്കാൻ ഓരെന്താ വിചാരിക്കുക? എനിക്ക് വേണ്ടിട്ടല്ലെന്ന്. അതുകൊണ്ട് അവിടുന്ന് കൊടുത്ത് ഒരു പണി, നല്ല കോഴി മുള്ളിട്ടതും നെയ്ച്ചോറും. അല്ല, അന്ന് അവിടെ ഒന്നും കണ്ടില്ലല്ലോ. പിന്നെ അവിടെ ഞാൻ അവിടെ പോയിട്ട് നേരം കൊണ്ട് പോന്നതാ. നമ്മളെ മജീദിന്റെ 4 ഏക്കറുള്ള ബിൽഡിംഗ് ഇല്ലേ, അതൊരു ടീമിന് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഓല് വരുമ്പോ ഞാൻ ഇവിടെ നിക്കണം. ഓലിപ്പോ ഫോൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ, അന്നേരം എന്നെ കാണണേ. പിന്നെ ഈ കല്യാണം ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല. ഓല് രണ്ടാളും കൂടി ഇങ്ങനെ നിക്കുന്നത് കണ്ടപ്പോ എന്താ ഒരു കണ്ടില്ലേ? നിന്റെ കയ്യിലെ രോമം ഇങ്ങനെ പൊന്തി നിൽക്കുന്നു. കണ്ട് 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 അല്ല ഉസ്മാനെ, നമ്മൾ ആയമുട്ടിക്കാന്റെ മോളെ കല്യാണം ഉണ്ടാക്കി ഇയ്യനല്ലേ ഇനിയോ? അന്ന് എന്റെ രോമത്തിന് പകരം വേറെ ഇടക്കോ അതിന്റെ പൊന്തി നീനെ. ഓഹോ, എന്നാലേ ഞാൻ പോയിട്ട് വരാം. പോലെ പോലെ നമ്മക്ക് 1 2 പറഞ്ഞ് ഇവിടെ നിൽക്കാ. എനിക്കാണെങ്കിൽ ഓലെ വെയിറ്റ് ചെയ്യുമ്പോഴുള്ള ബോറടി മാറി കിട്ടുകയും ചെയ്യൂ. നമുക്ക് കുറച്ച് സംസാരിക്കുകയും ചെയ്യാലോ. എന്നാലേ നിങ്ങൾ 1 2 പറഞ്ഞ് അങ്ങനെ നിന്നോളി. അസ്സലാമു അലൈക്കും. എന്താണ് ഇവന്റെ ഒക്കെ ഒരു കഥ?